തമ്പ്രാട്ടി, ലക്ഷ്മി ഇനി ഓളെ പെരയിലേക്ക് പോവാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിടുവോ? അവളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ, പിന്നെ ഇവിടെ നിർത്താൻ പറ്റുമോ? അപ്പൊ നീ ഇങ്ങോട്ട് വരില്ലേ? വരും. തോട്ടത്തില് മദാമ്മ എന്നാ. എന്താ? വടക്കേ കോവിലകത്ത് കഥകളി കാണാൻ പോകുന്നുണ്ടത്രേ മദാമ്മ, കൂടെ ചെല്ലാൻ. എങ്ങനെ ഈ മദാമയായിട്ട് ലോഹ്യം? കോൺപൂർ മിലിറ്ററി ക്യാമ്പിൽ ശേഖരേട്ടന്റെ കേണലായിരുന്ന ഫിലിപ്പ് മോർഗന്റെ മകളാ. ഞങ്ങള് തമ്മിൽ അവിടുന്ന് അറിയും. ആരാ വന്നത്? കിഴക്കെടുത്ത ചെറിയമ്മയുടെ മകൻ ഉണ്ണികൃഷ്ണൻ. അയാൾ ഇവിടെ എത്തിയോ? എന്താ? സൂക്ഷിക്കണം. സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് അയച്ചാണ്. നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റില്ല. തീവ്രവാദിയാണ്. ടിപ്പുവിനെ കൊന്ന് വെള്ളക്കാർ അധികാരം പറ്റിയപ്പോ ഇവിടുത്തെ ഭൂമിയും കൃഷിക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത് പഴയ ജന്മിമാർക്ക് കൊടുത്തു. അതിന്റെ പേരിൽ 50-ലധികം ജന്മി കുടിയാൻ സംഘടന ഇവിടെ നടന്നിട്ടുണ്ട്. അനവധി മാപ്പിളമാർ കൊല്ലപ്പെട്ടു. കളക്ടർ കനോളി സാഹിബിനെ വരെ അവർ കൊന്നു. അതുപോലെ ബ്രിട്ടീഷുകാർക്ക് അവരോടുള്ള വൈരാഗ്യവും കടുത്തതാണ്. മാപ്പിള ആക്ട്, കൂട്ടപ്പിഴ, അവകാശികളില്ലാതെ മരിച്ച സ്വത്ത് പിടിച്ചെടുക്കുന്ന പുരുഷാന്തരം ഇപ്പോ ഖിലാഫത്തുമായി. എന്റെ കീഴിൽ പട്ടാളത്തിലുണ്ടായിരുന്ന പലരും പിരിഞ്ഞു വന്ന് ഈ സംഘത്തിൽ ചേർന്നിട്ടുണ്ട്. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരവർ. ആലി മുസ്ലിയാരെ പോലെ പണ്ഡിതന്മാർ ഗാന്ധിയുടെ മാർഗങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ടാണ് അവരടങ്ങിയിരിക്കുന്നത്. ഒരു തീപ്പൊരി വീണാൽ വെടിമരുന്ന് ശാല പോലെ ഈ നാട് ആളിക്കത്തും. അത് കത്തിക്കാനാണ് ഉണ്ണികൃഷ്ണൻ വന്നതെങ്കിൽ ഈ വീടല്ല, ദേശത്തുനിന്ന് തന്നെ നീ പോണം. രാധേ, ഒരു ബോംബ് കേസിൽ പ്രതിയായി അവിടെ വിട്ടതാണത്ര ഇവൻ. നേരാണോ ഉണ്ണികൃഷ്ണ? അതെ, MP നാരായണ മേനോന്റെ അടുത്തേക്കാണ് അവരെന്നെ അയച്ചത്. അദ്ദേഹം നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ തറവാട്ടി പോയി. അമ്മാവൻ ബ്രിട്ടീഷ് പക്ഷക്കാരനാണല്ലോ, പോലീസ് സംശയിക്കില്ല. ഞാനിവിടുന്ന് പോണമെങ്കിൽ ഉണ്ണി, നീ തെറ്റായ വഴിക്ക് പോകരുതെന്നേ. ഇരിക്കൂ.